ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദിവസവും നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാൻ കർത്താവ് ഈ അവസരം നമുക്ക് ഒരുക്കി തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചൊക്കെ വളരെ പരമപ്രധാനമായിട്ടുള്ള ദൈവവചന ഭാഗങ്ങളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ റൂം ഹോൾവേയിൽ കാണുന്നില്ല. അതെന്നാ പറ്റിയെന്നറിയില്ല. ഞാനാണെങ്കിൽ ഇന്നലെ 24 മണിക്കൂർ മുന്നേ തന്നെ അത് ഷെഡ്യൂൾ ചെയ്ത് റിസ്കെയിൻ ചെയ്ത് തന്നെ ആവശ്യമുള്ളവരൊക്കെ വരട്ടെ എന്ന് വെച്ച്. അപ്പോൾ അത് പലർക്കും വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് പകലുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. വേറെ വരുന്നവർ ദൈവഹിതം അല്ലെന്ന് പറയുന്ന അർത്ഥത്തിലല്ല, ഉള്ളവർ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കാനായിട്ടുള്ള അവസരമുണ്ടല്ലോ. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യൂദാസ് തീരുമാനിക്കുന്ന ഭാഗമാണ്. കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പം മഹാപുരോഹിതന്മാരും കയ്യഫാവും ഒക്കെ ഒരു ഡൈലമാൽ ഇരിക്കുകയായിരുന്നു. എങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റും? ജനത്തിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാകാതെയും പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും ഇത്രമാത്രം ജനം പ്രവാചകരെന്നും മശീഹയെന്നും കരുതുന്ന ഈ വ്യക്തിയെ എങ്ങനെ നമുക്ക് സൂത്രത്തിൽ പിടിച്ച് കൊല്ലാൻ സാധിക്കും എന്നവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൊൻതാലത്തിൽ നാരങ്ങ എന്ന് പറഞ്ഞ പോലെ ഈ യൂദാസ് പോയി ഓഫർ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം, നിങ്ങളിനിയും വിഷമിക്കേണ്ട. കാരണം എനിക്ക് യേശുവിനെക്കുറിച്ചുള്ള എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയി. ഇനിയും അദ്ദേഹത്തിൻ്റെ പിന്തുടരുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തെ വിറ്റ് കാശാക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. എനിക്കെന്ത് തരും എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളിന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തരുന്നത്. നമുക്കറിയാമല്ലോ, ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് വലിയൊരു അധ്യായം, 75 വാക്യമുള്ള അധ്യായമാണ്. അപ്പം അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതായിട്ടുള്ള ദൈവവചന ഭാഗം. അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു, നേരത്തെ തന്നെ പൈസ കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ചു പോകുന്നത്. കൃത്യമായ ഒരു അവസരം, ആ ബഹളം ഉണ്ടാകാതെ, ജനക്കൂട്ടം ഉള്ളപ്പോൾ തന്നെ, ജനക്കൂട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അതൊന്നും വേണ്ട എന്ന് അവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ദൈവഹിതപ്രകാരം കാര്യങ്ങൾ നടത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിക്കാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. നമുക്കറിയാം, ഒരുപക്ഷെ കർത്താവിനെ ക്രൂശിക്കുന്നതിന് 2 ദിവസം മുമ്പ്, കർത്താവിനെ ക്രൂശിക്കുന്നതിന് തൊട്ട് മുമ്പ് ശബ്ബത്തായിരുന്നു. ശബ്ബത്തിൽ അശുദ്ധമാകാതെ അവരാരും ആസ്ഥാന മന്ദിരത്തിലേക്ക് കടന്നില്ല എന്നൊക്കെയുള്ള വിവരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആബീബ് മാസം നീസാൻ മാസം 14-ാം തീയതി 10-ാം തീയതിക്ക് ഒരു ആടിനെ എടുത്ത് 14-ാം തീയതി ആടിനെ അറുത്ത് പെസഹ ആചരിച്ച്, തുടർന്ന് 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പും പല പെസഹകൾ കർത്താവ് തൻ്റെ ശുശ്രൂഷാകാലത്ത്, തൻ്റെ ജീവിതകാലത്ത് അനേക പെസഹകൾ കർത്താവ് ആചരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗഭാക്കായി തീർന്നിട്ടുണ്ട്. അത് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും വിവരമില്ല. എന്നാൽ കർത്താവ് ഈ 3 വർഷം, താൻ 3.5 വർഷം ശുശ്രൂഷയിലായിരുന്നപ്പം എവിടെയൊക്കെയാണ് പെസഹ കഴിച്ചത് എന്നുള്ളതിനെപ്പറ്റി ഏകദേശം ഒരു റെഫറൻസസൊക്കെ നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ, അന്നത്തെ യഹൂദന്മാരുടെ ആചാരപ്രകാരവും എല്ലാവരും 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ യഹൂദന്മാരും മസ്റ്റായിട്ട് വരേണ്ട ഒരു കാര്യമായിരുന്നു പെസഹയ്ക്ക് കടന്നു വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കർത്താവിനോട് അവർ ചോദിച്ചപ്പോൾ, പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ, നമുക്കറിയാം മറ്റ് 2 സുവിശേഷങ്ങളിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവുമായിട്ട് ഒരു മനുഷ്യൻ
എതിർപ്പെടും. അവനോട് ചോദിച്ചാൽ മതി, അവൻ വിരിച്ചൊരുക്കിയ മാളികമുറി ഒക്കെ കാണിച്ചു തരും എന്ന് പറയുന്നതും കർത്താവ് തൻ്റെ ജീവിതത്തിലെ ഓരോരോ ആവശ്യങ്ങൾക്കും ദൈവഹിത പ്രകാരം ദൈവാലോചന അനുസരിച്ച് ഉള്ള പ്രൊവിഷൻസ് ആണ് കർത്താവ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്. ഇതിനു മുന്നേ കർത്താവ് ടാക്സ് കൊടുക്കേണ്ട സമയം വന്നപ്പോഴും, അതുപോലെ പുസ്തകം എടുത്ത് വായിക്കാനായിട്ട് നോക്കിയപ്പോഴും, പിന്നെ പല സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ഡിവൈൻ പ്രൊവിഷൻ, അല്ലെങ്കിൽ ദൈവം കർത്താവിന് വേണ്ടി കരുതും. അപ്പം കൊണ്ട് മാത്രമല്ല, സകല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. കർത്താവ് നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി, ജീവനും ഭക്തിക്കും വേണ്ടി കർത്താവ് കരുതും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് ആ ദൈവത്തിൻ്റെ പ്രൊവിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ നിശ്ചയമായിട്ടുള്ള കാര്യമാണ്, നമുക്കും അനുഭവമുള്ള കാര്യമാണ്. കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോരോ പ്രതിസന്ധികളും അല്ലെങ്കിൽ ഓരോരോ ആവശ്യങ്ങളുടെ മുഖത്തും ഇതുപോലെ ദൈവികമായ കരുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് അതിന് അവൻ, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞത് നമ്മൾ ഇതിൻ്റെ 26-ാം അധ്യായം ആദ്യം വായിച്ചല്ലോ. അന്ന് പുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും. അല്ലെങ്കിൽ ഈ പെസഹയ്ക്കുള്ള ശരിയായ ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാട് അബ്രഹാമിനോട് പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടല്ലോ, ആട് എവിടെയെന്ന് മറ്റ് കാര്യങ്ങൾ യാഗത്തെക്കുറിച്ച് ചോദിച്ചോ, യഹോവ കരുതിക്കൊള്ളും, യഹോവ ജൈറ എന്ന് ഉത്തരം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ, ഈ പെസഹയ്ക്കുള്ള യഥാർത്ഥത്തിൽ ഈ പെസഹ നിവർത്തിക്കപ്പെടാനായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നിഴലായിട്ട് ആചരിച്ചു പോകുന്ന പെസഹ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് ഈ വർഷം പ്രവേശിക്കാൻ പോവുകയാണ്. അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്ന ഒരു പെസഹയാണ്, അല്ലെങ്കിൽ ആ പാപത്തിന് ശിക്ഷയായ മരണം അനുഭവിക്കുന്ന ഒരു പെസഹയാണ് എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. അത് കർത്താവ് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് എന്ന് 26-ാം അധ്യായം അതിന് 3-ാം വാക്യം വായിക്കുമ്പോൾ, 2-ാം വാക്യം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഈ സമയത്തെപ്പറ്റി പറയപ്പെട്ട് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പം എൻ്റെ സമയം വന്നിട്ടില്ല, അവൻ്റെ സമയം വന്നിട്ടില്ലായികൊണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 13-ാം അധ്യായം വരുമ്പോഴത്തേക്കോ അത് തുടർന്ന് വായിക്കുന്ന ഭാഗങ്ങൾ തൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിട്ട്, അപ്പോൾ തൻ്റെ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏത് ഉദ്ദേശത്തിന് വേണ്ടി പിതാവായ ദൈവം തന്നെ നിയോഗിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചുവോ, ഏത് ഉദ്ദേശത്തിനായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവോ, ആ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൂശിൽ പാപങ്ങളുടെ പരിഹാരമായിട്ട് ബലിയായി തീരുക, യാഗമായി തീരുക എന്നുള്ളതായിരുന്നു എന്നും അതിനുള്ള സമയം അടുത്തു എന്ന് കർത്താവ് നേരത്തെ പറഞ്ഞു. എത്രയോ പ്രാവശ്യം കർത്താവ് അത് കൺഫേം ചെയ്തു, പിന്നെയും കൺഫേം ചെയ്ത് പറഞ്ഞതായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് അറിയാം. അങ്ങനെ എന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ, നമുക്ക് മനസ്സിലാക്കാമല്ലോ. മർക്കോസിൻ്റെ മാളികയായിരുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ അത് പറഞ്ഞു. അതെ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കൽപ്പിച്ചതുപോലെ പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്ന് അവർ ഭക്ഷിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. രണ്ടാമത് അവിടെ നടക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. നമ്മൾ ഇന്നലെയും യൂദാസിൻ്റെ കാര്യം നമ്മൾ ചിന്തിച്ചു. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, മർക്കോസിൽ, അതുപോലെ എല്ലാ ഭാഗത്തും പറയുന്ന ഒരു കാര്യമാണ്. കർത്താവ് ഒരു ദിവസം മുഴുവൻ തലേ രാത്രിയിലൊക്കെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അങ്ങനെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് തന്നെ അനുഗമിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ അതിനെപ്പറ്റി തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. ഒറ്റയൊരു ദിവസം പിടിച്ചങ്ങ് ശിഷ്യരാക്കുകയല്ലായിരുന്നു. കർത്താവിനോട് കൂടെ അവർ നടന്നു, ഓരോരുത്തരെ ഓരോ കാലയളവിലാണ് ശിഷ്യരാക്കുന്നത് എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നുകൂടെ ആദ്യം മുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റു സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കാത്ത നിലയിലുള്ള മുൻകൂട്ടിയുള്ള അതിനു മുമ്പുള്ള ചില സംഭവങ്ങൾ യോഹന്നാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ
പത്രോസ്ലിഹ കുറേ നാൾ അങ്ങനെ കർത്താവിൻ്റെ ചുറ്റുപറ്റത്തൊക്കെ ഉണ്ട്, എന്നാൽ വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത നിലയിലാണ് അദ്ദേഹം നടന്നതെന്നും. എന്നാൽ നമുക്ക് കാണാം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അദ്ദേഹം മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് കർത്താവ് പറയുകയും തുടർന്ന് സെബദി മക്കളെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ കർത്താവ് ഒരു ദിവസം രാത്രിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടാണ് ഈ 12 പേരെ തിരഞ്ഞെടുത്തത്. എന്നാൽ ആ കൂട്ടത്തിൽ കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ യൂദാസിനെയും കർത്താവ് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് കാണാം. അവൻ ആരാണെന്നും അവൻ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവന് ഈ വചനങ്ങൾ കേൾക്കാനും ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണാനും കർത്താവ് ദൈവപുത്രനാണ് എന്നവന് പല പ്രാവശ്യം പല നിലകളിൽ അവന് മനസ്സിലാകത്തക്കവണ്ണവും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുകയും കർത്താവിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ഇത്രമാത്രം അസുലഭമായിട്ടുള്ള ഒരു അവസരം കിട്ടുമോ? ആ കർത്താവിൻ്റെ ടീമിൽ ആ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭാഗവാക്കാകാനുള്ള അവസരം, അതിൻ്റെ ഖജാൻജിയായിട്ടിരിക്കാനുള്ള അവസരം, അതുപോലെ കർത്താവിനോട് ചേർന്ന് ആയിരിക്കാനുള്ള അവസരം, ഇത്രമാത്രം അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് പിന്നെ നശിച്ചു പോകാനിടയായി തീർന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെയും ചിന്തിച്ച കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് നശിച്ചു പോകണമെങ്കിൽ നശിച്ചു പോകാം, യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ നേച്ചർ എത്ര വലുതായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എ ലവ് വാസ് ദാറ്റ് എന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന, കാരണം തന്നെ കാണിച്ചു കൊടുക്കും, തനിക്ക് അപായം വരുത്തും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ തന്നെ കൂടെ കയറ്റി താമസിക്കുക, സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുക, അല്ലെങ്കിൽ അടുത്ത് ഇടപഴകാനായിട്ട് ഇടയാക്കി തീർക്കുക, അവനെ തന്നെ ഇതിൻ്റെ മൊത്തം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക, അവൻ അതിൽ നിന്ന് എടുത്തു വന്നുകൊണ്ടിരിക്കുന്നെന്ന് അറിഞ്ഞിട്ടും അതിനോട് പ്രത്യേകിച്ച് പ്രതികരിക്കാതെയൊക്കെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഒരുപക്ഷെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവ് ഇതൊന്നും ഒരുപക്ഷെ അറിയുന്നില്ല. എന്ത് ധൈര്യത്തിലാണ് എല്ലാ ശിഷ്യന്മാരെയും ഞാനോ എന്ന് ചോദിച്ചപ്പം യൂദാസും കയറി ചോദിച്ചതിൻ്റെ സാങ്കത്യം എന്തോ ഞാനത് ആലോചിച്ച് പോവുക. എന്ത് അർത്ഥത്തിലാണ് കയറി ചോദിച്ചത്? കാരണം ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തി ഈ സക്കായി മരത്തെ കയറി ഇരുന്നപ്പം ഇറങ്ങി വാന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ കർത്താവ്, അതുപോലെ പല വ്യക്തികളുടെയും ഹൃദയത്തിലെ നിരൂപണങ്ങൾ പ്രകടിപ്പിക്കുകയും ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്തവനായ കർത്താവ്, ഈ കർത്താവിന് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം ഒന്നും അറിയുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? നിശ്ചയമായും അറിയുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത് അറിയുന്നുണ്ടെന്നുള്ള പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും കർത്താവ് പോയില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരുത്തന്നെ ടീമിൽ എടുക്കത്തില്ല. അങ്ങനെയുള്ളവരാണെന്ന് അറിഞ്ഞാൽ അന്നേരം നമ്മൾ അവനെ പുറത്താക്കാനും അവനെ ഇതാക്കാനുമുള്ള നടപടികൾ ചിലപ്പോൾ സ്വീകരിക്കും. അങ്ങനെ ഒരുത്തന്നെ വെച്ചോണ്ടിരിക്കാൻ നമ്മുടെ എത്ര രക്ഷിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ടവരെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ടത് പറ്റുന്ന കാര്യമല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ പലപ്പോഴും വലിയ ശത്രുക്കളെന്ന് പറയുന്നത് നമ്മുടെ പല ജഡപ്രകാരമുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ ആത്മീയരായ സഹോദരങ്ങളോ ഒക്കെ തന്നെയാണ്. കാരണം ചില കാര്യങ്ങളൊന്നും നമുക്ക് സഹിച്ചുകൂടാ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആയിത്തീരുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം എങ്ങനെ ഈ കർത്താവ് ഇദ്ദേഹത്തെ ഈ കൂടെ കൊണ്ട് നടന്നു എന്നുള്ളതും അവസാനം എല്ലാവരും ചോദിക്കുന്ന കൂട്ടത്തിൽ അത് ഞാനാണോ എന്ന് പറഞ്ഞു. നമ്മൾ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് കേട്ടിട്ടുണ്ട്, മറ്റേ മാക്ബത്തിൽ തോന്നുന്നു. അപ്പം പറഞ്ഞിരിക്കുന്നത് പോലെ, അതെ ഞാനാണോ കർത്താവ്? അതെ നീ തന്നെയാണ്, വേറെ ആരുമല്ല, നീ തന്നെയാണ് എന്ന് കർത്താവ് അവിടെ കൺഫേം ചെയ്ത് പറയുന്നു. അത് ചിലപ്പം പബ്ലിക്കായിട്ടൊരു അപമാനിക്കുന്നത് പോലെ തോന്നാം. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അവൻ ഏതെങ്കിലും രീതിയിൽ മാനസാന്തരപ്പെടാനോ തിരിച്ചു വരാനോ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അവന് മനം തിരിയാനുള്ള ഒരു അവസരമാണ് കർത്താവ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവനെ അപമാനിച്ചു, പരസ്യമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നതിലല്ല അർത്ഥം. കാരണം പലതും രഹസ്യമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലർ മാനസാന്തരപ്പെടണമെങ്കിൽ ചിലപ്പോൾ പരസ്യമായിട്ട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് സഹോദരൻ മാത്രമുള്ളപ്പോൾ നീ പോവുക, പിന്നെ 1-2 പേരെ വിളിച്ചുകൊണ്ട് പോവുക, പിന്നെ സഭയോട് പറയുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ പുറകിലുള്ള ഒരു മനഃശാസ്ത്രം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അവന് മാനസാന്തരപ്പെടാനുള്ള അവസാനത്തെ ഓൾട്ടർ കോളും, അല്ലെങ്കിൽ ഇത് ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ നീ തന്നെ, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്ന് പറയുകയും, ഞാൻ അപ്പകണ്ഠം മുക്കി ഒരുത്തന് കൊടുക്കും അവൻ തന്നെ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കർത്താവ് അവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനോ കർത്താവേ എന്ന്
പറഞ്ഞു തുടങ്ങി. അവർ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈതാരത്തിൽ മുക്കുന്നവൻ തന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകേണ്ടെന്നു സത്യം. മനുഷ്യപുത്രൻ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു. അപ്പോൾ ആ വളരെ ഹൃദയനൊമ്പരത്തോടുകൂടെ ആ വ്യക്തിയെപ്പറ്റി പറയുകയാണ്, അവൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. എന്നാൽ ഞാനോ റബ്ബി, ദേവദാസൻ പറഞ്ഞത് ഞാനോ റബ്ബി എന്ന് ചേർത്ത് പറയുക. നമുക്കറിയാം അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു എന്ന് നമ്മളവിടെ വായിക്കുക. നമുക്കറിയാമല്ലോ, ഈ യഹൂദന്മാർ പെസഹ ആചരിച്ചിരുന്ന ചില രീതികളൊക്കെ ഉണ്ട്. നമുക്കറിയാം, പെസഹ അവർക്ക് നൽകിയത് തന്നെ മിസ്രയീമിലെ അടിമ വീടായിരുന്ന ഈ മിസ്രയീമിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പെസഹ ആചരിച്ചിരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പെസഹ ആചരിച്ചത് എന്ന് മാത്രമല്ല, അത് തുടർന്ന് അത് ആചരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ, വെറുതെ പോയിട്ട് ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാനപാത്രം മുന്തിരി എടുത്ത് വാഴ്ത്തി കൊടുക്കുകയോ അപ്പം എടുത്ത് മുറിച്ച് കൊടുക്കുകയോ ഒന്നുമല്ല. നമ്മൾ കർത്തൃമേശയുടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലെങ്കിൽ അത് സ്ഥാപിക്കുന്നതായിട്ട് കർത്താവ് അവിടെ നമുക്കറിയാം, അവിടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു പെസഹയുടെ ആചരണവും കൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. പെസഹയാണ് ആചരിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതോടുകൂടെ അതിന് നിവർത്തി വന്നു. എന്നാൽ ഇനി മുതൽ എൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയ്ക്കായി, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, ഇതിനെപ്പറ്റി വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഞാൻ ആരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയുകയല്ല, എന്നാൽ തന്നെ ഞാൻ പറയുകയാണ്, കർത്താവ് ഈ കാര്യം ശുശ്രൂഷിച്ചപ്പോൾ നമുക്കറിയാം, ഇന്ന് പല കൂട്ടായ്മകളിലും അതുപോലെ ക്രിസ്തീയ സഭകളിലൊക്കെ കുർബാന വഴിപാട് എന്ന് പറഞ്ഞ് നടത്തുന്ന കാര്യവും നമ്മളൊക്കെ കർത്തൃമേശ, കർത്താവിൻ്റെ മേശ എന്നുള്ള നിലയിൽ നമ്മൾ ആചരിക്കുന്നതുമായ കാര്യം തന്നെയാണ് ഇവിടെ കർത്താവ് തുടങ്ങി വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ പർപ്പസ് കർത്താവ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞു, കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാനായിട്ട്, എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ ഈ ലോകത്ത് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ജഡാവതാരം എടുക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളത് അനുഷ്ഠിക്കുമ്പോൾ നമുക്കറിയാം, അത് ഇന്നപ്പോഴേ അനുഷ്ഠിക്കാവൂ, ഇത്ര കാലത്തിലേ അനുഷ്ഠിക്കാവൂ, ആഴ്ചയിൽ ഒരിക്കലേ പാടുള്ളൂ, ദിവസവും പാടുള്ളൂ. നമുക്കറിയാം, ദിവസവും ഒരു ദേവാലയത്തിൽ കൂടി വന്നപ്പോൾ അപ്പം നുറുക്കിയതായിട്ടും ആഴ്ചവട്ടത്തിന് 1-ാം നാൾ കൂടി വന്നപ്പോൾ അപ്പം നുറുക്കിയതായിട്ടും ഒക്കെ ദൈവവചനത്തിൽ രേഖകളുള്ളതുകൊണ്ട് അത് സഹോദരന്മാർ കൂടി ഒരു കൂട്ടായ്മയായിട്ട് ചേർന്ന് വരുമ്പോൾ ഏത് സമയത്തും അത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതേസമയം തന്നെ നമ്മൾ ഇന്ന് അതിന് കാണുന്നത് പോലെ, ചില സഭാവിഭാഗങ്ങൾ കാണുന്നത് പോലെയുള്ള ഒരു ആവശ്യത്തിലധികം ദൈവത്വം അതിനുണ്ടോ? കർത്താവായ യേശുക്രിസ്തു വീണ്ടും ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവമാണോ അത് മുഖാന്തരം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് യേശുവിനെ തന്നെ കർത്താവ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അദ്ദേഹം വേഗം വീണ്ടും വരും എന്നും പറയുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന കർത്താവിനെ തന്നെ ഉണ്ണിയേശുവായിട്ടും അതുപോലെ എനിക്ക് മറ്റു പല ഏജിലുള്ള യേശുവിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഒരു കത്തോലിക്ക ദേവാലയത്തിനോട് ചേർന്നുള്ള ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ആൻഡ്രൂ അച്ഛനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, എൻ്റെ അച്ഛാ, ഇങ്ങനെ പറയുന്നതിൻ്റെ സാങ്കത്യം എന്താ അച്ഛാ? അപ്പം ആ സ്കൂളിൻ്റെ പേട്രൺ എന്ന് പറയുന്നത് ഇൻഫൻറ്റ് ജീസസ് ആയിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ അച്ഛാ, ഇതിൻ്റെ സാങ്കത്യം എന്താ? അദ്ദേഹം ഒന്ന് ചിരിച്ചതല്ലാതെ തിരിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം ഒന്ന് ചിരിച്ച്, ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ശരിയാവൂല എന്നുള്ളത് നമുക്ക് ആ ചിരിയിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം കർത്താവ്, നമ്മളിപ്പം പറയുക, നമ്മുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒക്കെ ഓർമ്മ, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ 12 വയസ്സിലുള്ള എൻ്റെ അച്ഛനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് 30 വയസ്സുള്ളപ്പോഴായിരുന്നു എനിക്കിഷ്ടം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹമായിരുന്നതായിരുന്നു എനിക്കിഷ്ടം എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താ? സിമ്പിൾ ടേംസിലൂടെ ചോദിക്കുക, തിയോളജി ഒന്നും പറയുമല്ല. അങ്ങനെ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ തന്നെ
കർത്താവ് ഇന്ന് ആരായിട്ടിരിക്കുന്നുവോ അതേ നിലയിൽ കർത്താവിനെ അംഗീകരിക്കുന്നതാണ് ഏറ്റവും യുക്തമായിട്ടുള്ള കാര്യം. അല്ലാതെ കർത്താവിൻ്റെ വിവിധ പ്രായത്തിലുള്ള കർത്താവിനെ ആരാധിക്കുന്നതിൽ എന്ത് യുക്തിയും വചനപ്രകാരം എന്ത് സാധുതയുമാണ് അതിനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. നോക്കിയാട്ടെ, എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കർത്തൃമേശയുടെ കാര്യവും. അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഉള്ള ഒരു കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഓരോ കുർബാനയിലും ഓരോ കർത്തൃമേശയിലും വീണ്ടും ക്രൂശിക്കപ്പെടുകയും വീണ്ടും ജഡാവതാരം എടുക്കുകയും വീണ്ടും ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ആകെയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ്. ആ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ മാംസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കർത്താവിൻ്റെ വചനങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്നും കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്ന കാര്യമെന്നും വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പറഞ്ഞപ്പം ഫിഗറേറ്റീവായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ രക്തം കുടിക്കാതെയും എൻ്റെ മാംസം തിന്നാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ ജീവനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ യഹൂദന്മാർ തന്നെ അത്ഭുതപ്പെട്ടു. അല്ല, ഞങ്ങൾക്ക് തിന്നാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ മാംസം ഇനി എവിടുന്ന് കൊണ്ടുവരാൻ പോകുക എന്നൊക്കെ അവർ അത്ഭുതപ്പെട്ടതായിട്ട് നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പം നമുക്കവിടെ കാണാനായിട്ട്, എവിടുന്ന് ഇത് കൊണ്ടുവരാൻ പോവുക അവൻ തൻ്റെ മാംസം തിന്നാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കൃത്യമായ ഉത്തരം കർത്താവ് അവിടെ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, പത്രോസ് അവിടെ പറയുന്ന വാക്കിലൂടെ തന്നെ പത്രോസ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധരെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു. അപ്പോൾ ഈ കർത്താവ് ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണ് എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് കർത്താവ് പറയുകയും ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുത്തു. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പം ലിറ്ററലായിട്ട് കർത്താവ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബ്രെഡ് അങ്ങ് മാംസമായി തീർന്നെന്ന് വെച്ചോ, ഈ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളത് അവിടെ പറഞ്ഞേക്കുക. അപ്പം ഒരു കർത്താവിൻ്റെ അല്ലെങ്കിൽ വസ്തു മാറ്റത്തിലൂടെ അതങ്ങ് ബ്രെഡ് ആയെന്ന് വെച്ചോ, ആ ബ്രെഡ് തിന്നതുകൊണ്ട് നമുക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൻ്റെ ആ നിർദ്ദേശം അനുസരിച്ച് വിശ്വാസമാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ള വിശ്വാസമാണ് അതിന് പ്രധാനപ്പെട്ട കാര്യമെന്നും ആ വിശ്വാസം ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ഒരു അനുഭവമാണ് അവൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കർത്താവോട് ഉദ്ദേശിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്നാൽ പിന്നീട് അങ്ങനെയുള്ള ചില തിയറികളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ ബ്രെഡ് മാംസമായിട്ട് മാറുന്നു, അതുപോലെ വീഞ്ഞ് രക്തമായിട്ട് മാറുന്നു എന്നൊക്കെയുള്ള ചില തിയറികളൊക്കെ വന്നതുകൊണ്ട് പലർക്കും യാഥാർത്ഥ്യം അറിയാമെങ്കിലും അതിനെ നിഷേധിക്കാൻ കഴിയാത്ത ഒരു നിലയിലാണ് പലരും ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥ സത്യത്തിലേക്ക് പലർക്കും കടന്നു വരാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പരിപാടിയാണ് കുർബാനയിൽ നടക്കുന്നതെങ്കിൽ, കർത്തൃമേശയിൽ നടക്കുന്നതെങ്കിൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം നമ്മൾ എടുക്കുന്ന ബ്രെഡോ അല്ലെങ്കിൽ വൈനോ ശരിയായിട്ടും അത് മാംസവും രക്തവുമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയല്ലേ. പിന്നെ അതിനെ വിട്ടിട്ട് നമുക്കിനി എന്തുവാ വേറെ കാര്യമുള്ളത്? എന്നാൽ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം, ഞാനും അതിന് ഭാഗഭാക്കായിട്ട് തീർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പങ്കെടുത്തു എന്നുള്ളതല്ല, പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിയൂർ സെൻട്രൽ ജയിലിലൊക്കെ ചില ഇതുപോലുള്ള അച്ഛന്മാരൊക്കെ കടന്നു വരികയും അത് നടത്തുകയും, അപ്പോൾ അന്ന് ഈ പ്രിസൺ ഫെലോഷിപ്പിൻ്റെ ഒരു അംഗീകൃത വോളണ്ടിയറായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെനിക്ക് നേരത്തെ നിർദ്ദേശം തരും, നീയും കൂടെ പോകണം എന്ന് പറയുകയും അങ്ങനെ അവർക്കത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോവുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പം നേരത്തെ പറയുന്ന പോലെ വേഫേഴ്സ് ആയിട്ടുള്ള ഒരു ഇതെടുത്ത് ഈ വീഞ്ഞിൽ മുക്കി അവരുടെ ഒക്കെ കൊടുക്കുക ചെയ്യുന്നത് എന്നുള്ളത് നേരിട്ട് കാണാനായിട്ട് എനിക്ക് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്, കുറ്റവാളികൾക്ക് വേണ്ടിയുള്ള കുർബാന നടത്തുമ്പോൾ. അപ്പോൾ അവിടെ അത് മാറുന്നതായിട്ടോ രൂപാന്തരപ്പെടുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഞാനത് നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, കർത്താവ് പറയാത്ത ഒരു കാര്യം നടന്നു എന്ന് നമ്മൾ പറയാനോ കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു എന്നോ പറയാനായിട്ട് യാതൊരു സാങ്കത്യവും അവിടെ ഇല്ല എന്നുള്ളതും, അത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നാം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും വളരെ വ്യക്തമാക്കി അവിടെ
നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ ഒരു അതും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇത് കർത്താവിൻ്റെ മേശ അല്ലെങ്കിൽ കുർബാന എന്നതിനെക്കുറിച്ച് പറയാവോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു വഴിപാട് ഒന്നുമല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് പൂജ നടത്തി പ്രസാദം കിട്ടിയോന്നാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ. കാരണം അത് ഇന്ത്യൻ ഒരു കോണ്ടക്സ്റ്റിൽ അതിനെ ഒരു പൂജയായിട്ടും പൂജയിൽ തുടർന്ന് കിട്ടുന്ന പ്രസാദമായിട്ടും ഒക്കെ ഈ കർത്താവിൻ്റെ മേശയെ അല്ലെങ്കിൽ ഈ ബ്രെഡിന് വൈനും അതിനെ അങ്ങനെയാക്കി മാറ്റി എന്നും കൂടെ കാണുമ്പോൾ എത്രമാത്രം അത് അർത്ഥതലങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം കർത്താവ് അവിടെ, നമുക്കറിയാമല്ലോ യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് അവിടെ 4 കപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഒരിക്കൽ പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്കറിയാമല്ലോ അതിൻ്റെ വിവാദങ്ങളൊക്കെ കത്തി നിന്ന സമയത്ത്. അപ്പം നമുക്കറിയാം ആദ്യം തുടങ്ങുന്നത് ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് കപ്പ് ഓഫ് ഹല്ലേൽ എന്ന് പറയുന്ന പോലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു കപ്പും, അതിനെ തുടർന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അത് ആ കൂട്ടത്തിലുള്ള ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മെമ്പർ, ആ ഭവനത്തിലുള്ള മെമ്പർ എഴുന്നേറ്റ് നിന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം ഇന്ന് ഇതിനെ ചുട്ടു മാത്രം നമ്മൾ തിന്നുന്നത്, ഈ പറഞ്ഞ ആടിനെ? അതുപോലെ എന്തുകൊണ്ടാണ് നമ്മളിന്ന് കയ്പിചീരയോടുകൂടെ തിന്നുന്നത് എന്നൊക്കെയുള്ള ചില സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ ചോദിക്കാനും, ആ ഭവനത്തിലെ ഏറ്റവും മുതിർന്ന മെമ്പർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ചെറുപ്പക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഉള്ള അങ്ങനെ ആ നിലയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ പെസഹയെ ആചരിക്കുന്ന ആചരണമെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ കപ്പ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ കപ്പ് ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അത് ഈജിപ്തിലെ അടിമത്വം മാത്രമല്ല ബാബേൽ പ്രവാസം ഇങ്ങനെയുള്ളതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നുകൊണ്ട് മൂന്നാമത്തെ കപ്പാണ് കപ്പ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നതും. നാലാമത് നമ്മളിവിടെ കാണുന്നുണ്ട്, അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. ഈ നാലാമത്തതാണ് ഈ സ്തോത്രം പാടുന്ന അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനം വായിച്ചിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും അതിൻ്റെ ഓർഡർ ഓഫ് മീല്, അതുപോലെ മറ്റു പല കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് സമയച്ചുരുക്കം നിമിത്തം പറയുന്നില്ല. 4 cups സിംബളൈസസ് ഓവർ ഫ്രീഡം ഫ്രം 4 exiles എന്നും പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ, ബാബിലോണിയൻ, ഗ്രീക്ക് എന്നൊക്കെ ഉള്ള ചില പശ്ചാത്തലവും അതിനുണ്ട്. അതിൻ്റെ കപ്പ് ഓഫ് റെഫറൻസ്, കപ്പ് ഓഫ് റിഡംഷൻ, കപ്പ് ഓഫ് അക്സെപ്റ്റൻസ്, അതുപോലെ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങളും അതിനെ തുടർന്ന് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ ആദ്യം കൈ കഴുകണം. അത് ഒക്കെ നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യമല്ലല്ലോ. കിഡൂഷ്, ബ്ലെസ്സിങ്സ് ആൻഡ് ഡ്രിങ്കിങ് ഓഫ് ദ ഫസ്റ്റ് കപ്പ് ഓഫ് വൈൻ. രണ്ടാമത് ചെയ്യുന്നത് വാഷിംഗ് ഓഫ് ഹാൻഡ്സ്. അതിൻ്റെ ഓർഡറാണ് ഡിപ്പിംഗ് ഓഫ് കർപ്പാസ് ഇൻ സാൾട്ട് വാട്ടർ, ബ്രേക്കിംഗ് ഓഫ് മിഡിൽ മാറ്റ്സോ, ദ ലാർജർ വൺ, ലാർജർ പീസ് ബിക്കംസ് ദ അഫിക്കോ മാൻ, അത് അവരുടെ ഇബ്രായ ഇതനുസരിച്ച്. റീടെല്ലിംഗ് ഓഫ് ദ പാസ് ഓവർ സ്റ്റോറി, അത് രണ്ടാമത് ഒന്നുകൂടെ. റിസൈറ്റൽ ഓഫ് ദ 4 questions. ആ ക്വസ്റ്റ്യൻസ് ആണ് വൈ all other nights we don't dip vegetables in even once, on this night we dip twice. അതൊരു ചോദ്യമാണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഈസ് ദിസ് നൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ നൈറ്റ്സ്, ആസ്ക്ഡ് ബൈ ദ യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി. അതുപോലെ തന്നെ ദിസ് നൈറ്റ് വി ഈറ്റ് only matza, why we eat bitter herbs, why is we this night recline and all other nights we sit up right എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അത് വിശദീകരിക്കാനായിട്ട് ഇനി സമയം പോരാ. സെക്കൻഡ്, വാഷിംഗ് ഓഫ് ഹാൻഡ്സ്, ബ്ലെസ്സിങ് ബിഫോർ എൻ്ററിങ് മാറ്റ്സോ, ഈറ്റിംഗ് ഓഫ് ബിറ്റർ ഹെർബ്സ്, ഈറ്റിംഗ് ഓഫ് സാൻഡ്വിച്ച് മെയ്ഡ് ഓഫ് മാറ്റ്സോ ആൻഡ് മാറോർ എന്നാണ് എഴുതിയേക്കുന്നത്. മാസോർ എന്നാണോ എന്ന് എനിക്കറിയത്തില്ല, പോട്ടെ. സെർവിങ് ഓഫ് ദ ഹോളിഡേ മീൽ, ഈറ്റിംഗ് ഓഫ് അഫിക്കോ മാൻ, ബ്ലെസ്സിങ് ഓഫ് 3rd cup, റിസൈറ്റൽ ഓഫ് ഹല്ലേൽ, ഡ്രിങ്കിങ് ഓഫ് 4th cup ഓഫ് വൈൻ നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം എന്ന് പറഞ്ഞിട്ടാണ് അവരത് സമാപിച്ചുകൊണ്ടിരുന്നത്.
എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അതെടുക്കാനുള്ളൊരു സമയമല്ലല്ലോ, അതിനുവേണ്ടി ഞാൻ മുതിരുന്നുമില്ല. നോക്കിയാട്ടെ, അപ്പോൾ ഇങ്ങനെ 4 കപ്പുകൾ എടുത്ത് ബ്ലസ് ചെയ്യുകയും അതിൽ കപ്പ് ഓഫ് റിഡംഷൻ, മൂന്നാമത്തെ കപ്പ് എടുത്താണ് കർത്താവ് ബ്ലസ് ചെയ്തിട്ട് പറയുന്നത്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നെ പലപ്പോഴും ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് പറയുന്നതും ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തം എന്നും മറ്റു ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുതുതായി പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ ഇനി കുടിക്കയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ അന്നേ വരെ തൻ്റെ വരവിനും ക്രൂശിലെ മരണത്തിനും നിഴലായി പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യത്തെ തന്നെ കർത്താവ് അത് നിവർത്തിക്കുകയും കർത്താവിൻ്റെ മരണത്തോടുകൂടെ അതിന് നിവർത്തി വരികയും തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു കാര്യമായിട്ട് കർത്താവ് അതിനെ മാറ്റുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അതിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പുതിയ ഒരു ശുശ്രൂഷയായിട്ട് അത് കർത്താവ് അതിനെ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ അത് ചെയ്യുന്നപ്പം നമ്മൾ പാടുന്നത് പോലെ മഹാത്മ്യം ഇതിന് അതിനവധിയുണ്ട്, രഹസ്യമേ ഏകൻ പോയല്ലോ ബലി കഴിവതിനായി എന്ന് നമ്മൾ എപ്പോഴും പാടുന്നത് പോലെ ഞാൻ എപ്പോഴും ആചരിക്കുകയും അത് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം എൻ്റെ മനസ്സിലും ഞാൻ എപ്പോഴും കർത്താവേ, ഇതിലെനിക്ക് പറയാവുന്ന പല കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഗുണങ്ങളാണെന്ന് പറയാവുന്ന പല കാര്യങ്ങളുണ്ട്, എന്നാൽ എൻ്റെ ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയാത്ത പല കാരണങ്ങളും അതിലുണ്ട്. അവിടുന്ന് വചനത്തിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തെക്കാളും ഉപരിയായിട്ട് അതിന് വേറൊന്നുമില്ല. ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്, അപ്പോൾ ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകും. ദൈവവചനം തന്നെ പറഞ്ഞിരിക്കുക, അപ്പം ഒന്നാണ്, എന്നാൽ നമ്മൾ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമായിട്ട്. ക്രിസ്തുവിൻ്റെ ആ ശരീരമാകുന്ന സഭയിൽ നമ്മളെ അംഗങ്ങളാക്കി തീർക്കുകയും അത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വർത്തിക്കാനും ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് ഫങ്ഷൻ ചെയ്യാനും അത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് തീരാനും തക്കവണ്ണം കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കുന്നത്. എനിക്കറിയാം, നമുക്ക് ഓർക്കാമല്ലോ, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നെങ്കിലും കർത്താവിനെ തള്ളിപ്പറയാനും കർത്താവിൽ നിന്ന് അകന്നു പോകാനായിട്ട് പറ്റുമോ? അതൊരു കർമ്മം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കൂദാശ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൂദാശകളാലുള്ള രക്ഷ എന്ന് പറയുമ്പം അത് രൂപമാറ്റം സംഭവിച്ചു പോയ ഒരു സംഗതിയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. കാരണം കൂദാശ എന്ന് പറയുന്നത് അത് കത്തോലിക്ക വിശുദ്ധന്മാർ തന്നെ ചിലരത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അത് പറയുന്നില്ലെങ്കിൽ തന്നെ കൂദാശയിലുള്ള ആ കർമ്മത്തിനല്ല കാര്യം, അതിൻ്റെ വിശ്വാസത്തിനാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. അത് എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നു, അതിൽ വചനത്തിൻ്റെ സാധുത എന്താ, കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്താ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതെന്താ, ഇതിനൊക്കെയാണ് അവിടെ പ്രാധാന്യമുള്ളത്. ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുസരണമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്നുള്ള നിലയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾക്ക് സാധുതയുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ ബ്രെഡ് മുറിച്ച് തിന്നുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് ഈ പറയുന്ന ബ്രെഡും വൈനും എടുത്ത് നമുക്ക് എത്ര വേണേലും കഴിക്കാം, അത് കർത്താവിൻ്റെ മേശയാകുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് നമുക്കിതൊക്കെ കഴിക്കാം, അതൊന്നും കർത്താവിൻ്റെ മേശയാകുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുകയും കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് കർത്താവിൻ്റെ മേശയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഓടി വന്നിട്ട് നമ്മളിത് അങ്ങോട്ട് എടുത്ത് നമുക്ക് ചിലയിടത്തൊക്കെ കാണാൻ കഴിയുന്ന പോലെ സാധാരണ കാര്യം ചെയ്യുന്ന പോലെ അതെല്ലാം അങ്ങോട്ട് എടുത്തു കൊടുക്കുക, എല്ലാവരും അങ്ങോട്ട് ഓടിപ്പിടിച്ച് അതങ്ങോട്ട് എടുത്തു കൊടുത്തു, പിന്നെ കുറച്ച് വൈനും പാസ് ചെയ്തു, പരിപാടി തീർന്നു. അത് എപ്പോഴും നടത്തണമെന്നാണ് കർത്താവ് പറഞ്ഞത്, അതുകൊണ്ട് നടത്തുകയാണ് എന്ന് പറയുന്നതിലല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിന് വചനത്തിൽ അതിനുള്ള പ്രാധാന്യത്തെയും അത് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെയും വിളിച്ചോതുന്ന ദൈവവചനങ്ങളെ എടുക്കുകയും ധ്യാനിക്കുകയും
കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ശുശ്രൂഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആത്മീയ അർത്ഥത്തിലേക്കും ആത്മീയ തലത്തിലേക്കും നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല, അതൊരിക്കലും അങ്ങനെ ചെയ്ത് ആ പ്രവൃത്തി അങ്ങനെ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് അങ്ങനെ അതങ്ങ് എത്രയും പെട്ടെന്ന് ആ ബ്രെഡും തിന്ന് വൈനും കുടിച്ച് അങ്ങ് പോകുന്നു എന്നുള്ളതിലല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കർത്താവിനെ നമ്മൾ പാട്ടിൽ പറയുന്നത് പോലെ, നിന്മരണം കൊണ്ടെൻ്റെ വന്നരകം നീയകറ്റി നിന്മഹത്വം തേടി ഇനി എൻ്റെ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിനും ആ ഒരു വിശ്വാസത്തിനാണ് അവിടെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുകയും, ആ വിശ്വാസം വിട്ടിട്ട് പ്രവൃത്തി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു അപകടത്തിലേക്ക് യഹൂദന്മാർ വീണു പോയതുപോലെ നമ്മളും വീണു പോകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാനും നമ്മളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു.